എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് ഒ ഹെൻറി എഴുതിയ ഒരു കഥ കേൾക്കാം. കള്ളിച്ചെടി, ദി കാക്ടസ്. സമയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ആപേക്ഷികമാണ് എന്നുള്ളതാണ്. മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ഏതാനും നിമിഷങ്ങളിൽ ഒരു ജീവിതകാലത്തിൻ്റെ മുഴുവൻ ഓർമ്മകളുടെയും വലിയൊരളവ് തന്നെ കടന്നുപോകുമായിരിക്കാം. അതുപോലെ തന്നെ ഒരു ഗ്ലൗസ് ഊരുന്ന സമയത്തിനുള്ളിൽ ഒരു പ്രണയകാലത്തിൻ്റെ ഓർമ്മകൾ മുഴുവനും ഒരാളുടെ മനസ്സിലൂടെ കടന്നുപോയേക്കാം. ശരിക്കും അതുതന്നെയാണ് ഇപ്പോൾ ട്രിസ്ഡെയിൽ എന്നു പേരായ ചെറുപ്പക്കാരനും തൻ്റെ ബാച്ചിലർ അപ്പാർട്ട്മെൻറ്റിലെ മേശയ്ക്കരികിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ മേശപ്പുറത്ത് ഏതാണ്ട് ഒറ്റപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു പച്ചനിറമുള്ള ചെടി ചുവപ്പ് നിറമുള്ള ഒരു മൺചട്ടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കള്ളിമുൾച്ചെടികളുടെ വർഗത്തിൽപ്പെടുന്ന ആ ചെടിക്ക് വളരെ നീളമുള്ള ഇലകളാണ് ഉണ്ടായിരുന്നത്. ആ ഇലകൾ ചെറിയൊരു കാറ്റിൽ പോലും ഒരു പ്രത്യേക രീതിയിൽ ഏതാണ്ട് മാടി വിളിക്കുന്നത് പോലെ ഇളകിയാടുന്നുണ്ടായിരുന്നു. ഭിത്തിയോട് ചേർന്നുള്ള സൈഡ് ബോർഡ് അലമാരയ്ക്കരികിൽ നിന്നിരുന്ന ട്രിസ്ഡെയിലിൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ വധുവായ പെൺകുട്ടിയുടെ സഹോദരൻ, താൻ ഒറ്റയ്ക്ക് മദ്യപിക്കേണ്ടി വന്നതിനെപ്പറ്റി പരാതി പറയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഈവനിങ് ഡ്രസ്സാണ് അണിഞ്ഞിരുന്നത്. അവരുടെ കോട്ടിന്മേലുള്ള നക്ഷത്രങ്ങൾ പോലെയുള്ള വെളുത്ത അലങ്കാരപ്പണികൾ ആ മുറിയുടെ വിളറിയ വിരസതയിൽ തിളങ്ങി നിന്നു. അവിടെ തൻ്റെ ഗ്ലൗസുകളുടെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് നിന്ന ട്രിസ്ഡെയിലിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഏതാനും മണിക്കൂറുകളുടെ ഓർമ്മകൾ ഒരു വേദനാജനകമായ ബലിദാനത്തിൻ്റെ പുനരാവിഷ്കരണം പോലെ കടന്നുപോയി. പള്ളിയിൽ കുലകളായി അലങ്കരിച്ചിരുന്ന പൂക്കളുടെ സുഗന്ധം ഇപ്പോഴും അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കാതുകളിൽ 1000 പേർ ചേർന്നു പാടിയ ആ ശാന്തമായ ഗാനത്തിലെ ഇണങ്ങൾ, പുതിയ വടിവൊത്ത വസ്ത്രങ്ങൾ ഉലയുന്ന മർമ്മരം, അതിനെല്ലാം ഉപരിയായി ഇനിയൊരിക്കലും വേർപ്പെടുത്തുവാനാവാതെ അവളെ മറ്റൊരാളുമായി ബന്ധിപ്പിക്കുന്ന വൈദികൻ്റെ മുഴക്കമുള്ള വാക്കുകൾ. ഇനി പ്രതീക്ഷയൊന്നും ബാക്കി വയ്ക്കാനില്ലാത്ത ഈ അവസ്ഥാന്തരത്തിൽ നിന്നുകൊണ്ട് അവന് അവളെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നത് അടുത്ത കാലത്തായി അവൻ്റെ മനസ്സിൻ്റെ സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചെറിയൊരു ഞെട്ടലോടെയും അത്ഭുതത്തോടെയും ഇതിനു മുൻപൊരിക്കലും അവൻ മനസ്സിലാക്കാതെ ഇരുന്ന ഒരു കാര്യം അവൻ്റെ മുന്നിൽ വെളിവായി. അവൻ്റെ ആത്മാവിൻ്റെ, ഹൃദയത്തിൻ്റെ മറവുകളില്ലാത്ത കാഴ്ച. അവൻ്റെ മനസ്സിനെ ഇത്രയും കാലം അണിയിച്ചൊരുക്കിയിരുന്ന അഹംഭാവത്തിൻ്റെയും ആത്മവഞ്ചനയുടെയും ആടയാഭരണങ്ങൾ പഴന്തുണിക്കെട്ടുകൾ മാത്രമായിരുന്നു എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ, അവനെ അറിയുന്ന മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ്റെ മനസ്സിൻ്റെ വസ്ത്രങ്ങൾ പിഞ്ഞിക്കേറിയതായിരുന്നുവല്ലോ എന്ന ഓർമ്മയിൽ അവൻ ലജ്ജയാൽ ഞെട്ടിത്തരിച്ചു നിന്നു. വഞ്ചനയും പൊങ്ങച്ചവും അവയായിരുന്നുവല്ലോ അവൻ്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ. അവളോ ഇവ രണ്ടിൽ നിന്നും പൂർണ്ണ വിമോചിതയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട്? പള്ളിയിലെ ഇരിപ്പിടങ്ങൾക്ക് നടുവിലെ ഇടനാഴിയിലൂടെ അവൾ അൾത്താര ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ അവനെ താഴെ വീഴാതെ താങ്ങി നിർത്തിയത് അവൻ്റെ മനസ്സിൽ തോന്നിയ ഹർഷോന്മാദം ഒന്നു മാത്രമാണ്. അവളുടെ മുഖത്ത് കാണുന്ന വിളർച്ച അവൾ ഇപ്പോൾ വിവാഹം ചെയ്യുവാൻ പോകുന്നതല്ലാത്ത ഏതോ ഒരു പുരുഷനെക്കുറിച്ചുള്ള ഓർമ്മ മൂലമായിരിക്കും എന്ന ചിന്തയാണ് അവനെ ഹർഷപുളകിതനാക്കിയത്. എന്നാൽ ആ ചെറിയ ആശ്വാസം പോലും വളരെ നേരത്തേക്ക് നീണ്ടു നിന്നില്ല. അവളെ വിവാഹം ചെയ്യുന്ന ആളുടെ കരം ഗ്രഹിച്ചപ്പോൾ അവൾ അവൻ്റെ നേരെ ഉയർത്തിയ കണ്ണുകളിലെ ചടുലതയും പ്രസന്നതയും കണ്ടപ്പോൾ അവന് മനസ്സിലായി അവൾ അവനെ പാടെ മറന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഒരിക്കൽ അതേ കടാക്ഷം അവളുടെ കൺകോണുകളിൽ നിന്ന് അവനു നേരെ ഉയരുകയും അവനതിൻ്റെ ആഴവും അർത്ഥവും അളക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. സത്യമായും അവൻ്റെ മിഥ്യാഭിമാനം അവിടെ തകർന്നു വീഴുകയായിരുന്നു. അതിൻ്റെ അവസാന തരി പോലും അപ്രത്യക്ഷമായി. അവൻ ചിന്തിച്ചു, അവരുടെ പ്രണയം അതെന്തുകൊണ്ടാണ്
ഇങ്ങനെ ഈ രീതിയിൽ അവസാനിച്ചത്? തങ്ങൾക്കിടയിൽ ഒരു ചെറു വഴക്ക് പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്നും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ പ്രണയത്തിൻ്റെ ഗതിമാറി ഒഴുകുന്നതിന് മുൻപുള്ള 1-2 ആഴ്ചകളിലെ സംഭവങ്ങൾ ഓരോന്നായി അവൻ അവൻ്റെ മനസ്സിൽ മനനം ചെയ്തു. ഇതിപ്പോൾ 1000-ാമത്തെ തവണയായിരിക്കും അവൻ അക്കാര്യം ചിന്തിക്കുന്നത്. എപ്പോഴും അവനെ അവളെക്കാളും ഇത്തിരി ഉയരത്തിൽ പ്രതിഷ്ഠിക്കാനായിരുന്നുവല്ലോ അവൾക്കിഷ്ടം. അവൻ്റെ കഴിവുകളെയും ബുദ്ധിശക്തിയെയും പുകഴ്ത്തിക്കൊണ്ടുള്ള അവളുടെ സമീപനം രാജകീയ സിംഹാസനത്തിലിരുന്ന് പ്രജകളുടെ ഉപാസന സ്വീകരിക്കുന്ന രാജാവിനെ പോലെ അവൻ ആസ്വദിച്ചു. അവൻ്റെ ദേവപ്രതിമയ്ക്ക് മുന്നിൽ അവൾ അർപ്പിച്ച സുഗന്ധദ്രവ്യങ്ങളായിരുന്നു അവ. വിനയാന്വിതയായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കയായി ഭക്തിയോടെ അവൻ്റെ മുന്നിൽ അവൾ. അതെ, അതെല്ലാം സത്യസന്ധവുമായിരുന്നു. അവൾ അവനിൽ കണ്ടെത്തിയ അതിമാനുഷിക കഴിവുകളെപ്പറ്റിയും ഗുണഗണങ്ങളെപ്പറ്റിയുമുള്ള അവളുടെ അംഗീകാരം ഒരു അഭിഷേകം പോലെ, അല്ലെങ്കിൽ ഒരു മരുഭൂമി അതിൽ നിന്നും പൂക്കളെയും ഫലങ്ങളെയും ഉണർത്തുവാൻ കഴിയുന്ന ഒരു മഴയെ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ അവൻ സ്വീകരിച്ചു. ട്രിസ്ഡേൽ അവൻ്റെ ഗ്ലൗസിൻ്റെ അവസാനത്തെ ബട്ടൺ അഴിച്ചുകൊണ്ടിരിക്കവേ അവൻ്റെ ശോചനീയമായ അഹംഭാവത്തിൻ്റെ ഒരു ഉദാഹരണം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. തന്നോടൊപ്പം തൻ്റെ പീഠത്തിന്മേൽ കയറി നിന്ന് തൻ്റെ മഹത്വത്തിൽ പങ്കാളിയാകുവാൻ, തന്നെ വിവാഹം ചെയ്യുവാൻ അവളോട് ആവശ്യപ്പെട്ട ആ രാത്രിയിലായിരുന്നു അത്. അന്നു രാത്രിയിലെ അവളുടെ സൗന്ദര്യം, അശ്രദ്ധമായിട്ടിരിക്കുന്ന അവളുടെ മുടിയിഴകൾ ഉണർത്തുന്ന തിരമാല, അവളുടെ വാക്കുകളിലും നോട്ടത്തിലും ഉണ്ടായിരുന്ന കളങ്കരഹിതമായ ആർദ്രതയും ചാരുതയും, ആ ഓർമ്മകളുടെ മാധുര്യം അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അന്ന് അവരുടെ സംസാരത്തിനിടയിൽ അവൾ പറഞ്ഞു, താങ്കൾ ഒരു സ്പെയിൻകാരനെ പോലെ സ്പാനിഷ് സംസാരിക്കുമെന്ന് ക്യാപ്റ്റൻ കരുതേഴ്സ് എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇക്കാര്യം ഇത്രയും കാലം എന്നോട് പറയാതെ മറച്ചുവെച്ചത്? ഇനിയും ഞാൻ അറിയാത്ത എന്തെല്ലാം കഴിവുകളാണ് താങ്കൾക്കുള്ളത്? ക്യാപ്റ്റൻ കരുതേഴ്സ് തികച്ചും ഒരു വിഡ്ഢി തന്നെയാണ്. ഒരിക്കൽ ക്ലബിൽ വെച്ച് ഏതോ ഡിക്ഷണറിയുടെ പുറന്താളിൽ നിന്നും കുറിച്ചെടുത്ത പഴയ ഒരു പഴഞ്ചൊല്ല് സ്പാനിഷ് ഭാഷയിൽ തട്ടിവിട്ടതാണ് സംഭവം. ട്രിസ്ഡേലിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആരാധകരിൽ ഒരാളായ ക്യാപ്റ്റൻ കരുതേഴ്സ് അക്കാര്യം കൊട്ടിഘോഷിക്കുകയായിരുന്നു. കഷ്ടം എന്നല്ലാതെ എന്തു പറയുവാൻ. അവളുടെ ആരാധനയുടെയും അംഗീകാരത്തിൻ്റെയും സുഗന്ധം അത്രമാത്രം മധുരതരവും സന്തോഷദായകവുമായിരുന്നതിനാൽ തൻ്റെ സ്പാനിഷ് പാണ്ഡിത്യത്തെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ അവൻ നിഷേധിക്കാതെ കടന്നുപോകാൻ അനുവദിച്ചു. അവൻ്റെ തലയിൽ അവൾ ചാർത്തിയിരുന്ന പാണ്ഡിത്യത്തിൻ്റെ കിരീടത്തിന്മേൽ സ്പാനിഷ് ഭാഷാ മികവിൻ്റെ ചെറിയൊരു തണ്ടുകൂടി തിരികെ വയ്ക്കുവാൻ അവൻ അവളെ അനുവദിച്ചു. ആ കിരീടം തൻ്റെ തലയെ അലങ്കരിക്കുവാൻ അവൻ അനുവദിച്ചു. അതിൻ്റെ മൃദുലമായ ഇലകൾക്കിടയിൽ പിന്നീട് തന്നെ മുറിപ്പെടുത്തുവാൻ പോകുന്ന മുള്ളിൻ്റെ സാന്നിധ്യം അവൻ അറിഞ്ഞതേയില്ല. അന്ന് അവൾ എത്ര സന്തോഷവതിയായിരുന്നു. തൻ്റെ സ്നേഹത്തോടൊപ്പം തൻ്റെ ഔന്നത്യവും ഒരു വിവാഹാലോചനയായി അവളുടെ പാദങ്ങളിൽ അർപ്പിച്ചപ്പോൾ കെണിയിലകപ്പെട്ട ഒരു കിളിയുടെ പാരവശ്യത്തോടെ അവൾ ചിറകടിച്ചു. ഒരു കാര്യം അവനപ്പോൾ ഉറപ്പുണ്ടായിരുന്നു. അവനതിപ്പോഴും ഉറപ്പാണ്. തീർച്ചയായ ഒരു സമ്മതം അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ സൗമ്യയായ ലജ്ജാവതിയായ അവൾ ഒരുത്തരം അന്ന് നേരിട്ട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ മറുപടി നാളെ അയക്കാം, അവൾ പറഞ്ഞു. വിജയ എന്ന വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെയും ആഹ്ലാദത്തോടെയും അവൻ ആ കാലതാമസം അനുവദിച്ചു കൊടുത്തു. അടുത്ത ദിവസം അവൻ അക്ഷമയോടെ കാത്തിരുന്നു അവളുടെ മറുപടിക്കായി. ഉച്ചയായപ്പോൾ അവളുടെ കുതിരവണ്ടിക്കാരൻ ഒരു ചുവന്ന ചെടിച്ചട്ടിയിൽ ഒരു കള്ളിച്ചെടിയുമായി വന്ന് അവനെ അത് ഏൽപ്പിച്ച് തിരികെ പോയി. അതിൻ്റെയൊപ്പം കത്തുകളോ സന്ദേശങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വിചിത്രമായ വിദേശ ഭാഷയിൽ ചെടിയുടെ പേരോ ശാസ്ത്രനാമമോ പോലെയുള്ള എന്തോ എഴുതിയ ഒരു ടാഗ് മാത്രം. അവൻ അന്നു രാത്രി വരെ അവളുടെ മറുപടിക്കായി കാത്തു. അവളുടെ മറുപടി മാത്രം വന്നില്ല. അവൻ്റെ അഹംഭാവവും മുറിവേറ്റ പൊങ്ങച്ചവും അവളെ അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു അത്താഴ സദ്യയിൽ അവർ പരസ്പരം കണ്ടുമുട്ടി.
അവരുടെ അഭിവാദ്യങ്ങൾ തികച്ചും ഔപചാരികമായിരുന്നു. പക്ഷേ അത്ഭുതത്തോടെയും പ്രതീക്ഷയോടെയും കൂടി നിർനിമേഷയായി അവൾ അവനെ ഉറ്റുനോക്കി നിന്നു. അവൻ മാന്യതയോടെ, എന്നാൽ അല്പം കടുംപിടുത്തത്തോടെ അവളുടെ മറുപടി വൈകിയതിനുള്ള വിശദീകരണമോ കാത്തിരുന്നു. സ്ത്രൈണതയുടെ ചടുലതയോടെ അവൾ അവൻ്റെ പെരുമാറ്റത്തിൻ്റെ അർത്ഥം തേടി. തകർന്ന തുണ്ടുകൾക്കിടയിൽ അവൻ ഉത്തരം തേടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന മറ്റേയാളുടെ ശബ്ദം ട്രിസ്റ്റേലിനെ അവൻ്റെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ഹേയ് ട്രിസ്റ്റേൽ, നിനക്കെന്താ പറ്റിയത്? എന്താണ് പ്രശ്നം? നിന്റെ ദുഃഖഭാവം കണ്ടാൽ നീ സ്വയം വിവാഹിതനായതുപോലെ തോന്നുമല്ലോ. നീ വെറും സഹായി മാത്രമായിരുന്നല്ലോ. എന്നെ നോക്കൂ, മറ്റൊരു സഹായി. 2000 മൈലുകൾക്കപ്പുറത്ത് നിന്ന്, തെക്കേ അമേരിക്കയിൽ നിന്ന് വെളുത്തുള്ളി മണക്കുന്ന പാറ്റകൾ നിറഞ്ഞ ഒരു ബനാന സ്റ്റീമർ കപ്പലിൽ ഒരു ബലിക്ക് സാക്ഷിയാകുവാൻ. എന്നിട്ടും ഞാൻ എത്ര സന്തോഷവാനാണെന്ന് നോക്കൂ. എൻ്റെ ഒരേ ഒരു കുഞ്ഞു പെങ്ങൾ. ഇപ്പോൾ അവളും വിവാഹിതയായി പോയിക്കഴിഞ്ഞു. വന്ന് ഇതിലൽപ്പം രുചിച്ച് നിന്റെ മനസ്സിൻ്റെ ആയാസം കുറയ്ക്കൂ. നന്ദി, ഞാനിപ്പോൾ കുടിക്കുന്നില്ല, ട്രിസ്റ്റേൽ പറഞ്ഞു. നിങ്ങളുടെ ഈ ബ്രാൻഡി സഹിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് പൂണ്ട റിസോർട്ടിലേക്ക് വരൂ. ഓൾഡ് ഗ്രേഷ്യ കള്ളക്കടത്തായി കൊണ്ടുവരുന്ന മദ്യം ഒന്ന് രുചിച്ച് നോക്കണം. യാത്ര മുതലാവും. ഹലോ, ഇവിടെയുണ്ടല്ലോ ഒരു പഴയ പരിചയക്കാരൻ. ഈ കള്ളിച്ചെടിയെ നിങ്ങൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഒരു സുഹൃത്തിൻ്റെ സമ്മാനമാണ്. ഇതിൻ്റെ ഇനം ഏതെന്നറിയുമോ? ട്രിസ്റ്റേൽ ചോദിച്ചു. വളരെ നന്നായിട്ടുണ്ട്. ഇത് ഉഷ്ണമേഖലാ സസ്യമാണ്. പൂണ്ടയിൽ ഇത്തരം ആയിരക്കണക്കിനുണ്ട്. ഇതാ, അതിൻ്റെ പേര് ടാഗിൽ എഴുതിയിട്ടുണ്ട്. നിനക്ക് സ്പാനിഷ് അറിയുമോ? ഇല്ല, ചെറിയൊരു ചമ്മിയ ചിരിയോടെ ട്രിസ്റ്റേൽ ചോദിച്ചു. അത് സ്പാനിഷാണോ? അതെ. ആളുകൾ കരുതുന്നത് ഇതിൻ്റെ ഇലകൾ കൈനീട്ടി ആരെയോ മാടി വിളിക്കുകയാണെന്നാണ്. അവരതിനെ വെൻഡോ മാർമേ എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കം ആൻഡ് ടേക്ക് മീ, വന്ന് എന്നെ സ്വന്തമാക്കൂ എന്നാണ്.